ഈ മൂത്ത ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് കുഞ്ഞ് അസൂയൊക്കെ ഉണ്ടോ? ചെറുത് പൊടിക്കുണ്ടല്ലേ, കണ്ടാച്ചിരിക്കുന്നുണ്ട്. ഒരു അടി വെക്കുവോ? ചെറുതായിട്ട് അഥവാ എന്താന്ന് വെച്ചാല് ഞാനിപ്പോ മറ്റവർക്ക് ഉമ്മൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഞാനൊന്ന് സമ്മതം ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അത് കടിച്ച മൂപ്പരാൾക്ക് ഫീൽ ചെയ്യും. മൂപ്പരാൾ ഇരിക്കുന്നത് കണ്ടില്ലാന്ന് അപ്പൊ കരുതി. ചെറിയ പൊസസീവ്നെസ് ഉണ്ടല്ലേ? ആ, അതാണ് ചെറിയ അസൂയൊക്കെ ഉണ്ട് അല്ലേ? ചെറുതായിട്ട് കുറച്ച് പൊടിക്കും. എന്നിട്ട് അവരെ പിച്ചിനുള്ളൊക്കെ ചെയ്യുവോ? ആ, കണ്ടോ, അവരുണ്ടായിരുന്നു ഈ കറക്റ്റ് സത്യം അറിയായിരുന്നു. അത് വൈഫിനോട് പോലും എൻ്റെ മോള് പറയും, നിങ്ങൾക്ക് ഒരു അവകാശമല്ല, ഞാനാണ് എല്ലാ ഇതിന്റെ എല്ലാ അവകാശവും. അതെ, സലീം തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവൾക്ക് ചിറക് നൽകി പറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവളുടെ ചിറകിലേറിയാണ് ഞാൻ പറക്കുന്നതെന്ന് സലീം പറയുമ്പോൾ നമുക്ക് ആ ഒരു പരസ്പരമുള്ള ഡിപ്പെൻഡൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അന്നൊരു അറബി സോങ് പാടിയത് ഓർമ്മയുണ്ടോ? അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്. അതെ അതെ, അത് ഓർമ്മയുണ്ടോ? ആ, അത് പാടിയാലോ നമുക്ക്? അത് റീകളക്ട് ചെയ്യാം. അന്ന് ഭയങ്കര വൈറലായിരുന്നു അത്. ഒന്ന് പാടിക്കാം. अगला व मजबूरी नो आन जान दी पसूरी नो जहर बने हाथ तेरे ते जावा में पूरी नो आना सही नहीं आया दिल बांग बांग में टकराया काका पोल के सजदा में वावा क्यों दी चोरी नो रावा च तेनू न कोई में होना रोके. രസമാണല്ലോ പാട്ട്. ഇപ്പൊ ഉമ്മയെ കുറിച്ചിട്ടൊരു പുതിയ പാട്ട് അവള് പാടിയിട്ടുണ്ട്. ഇപ്പൊ ഈ പെരുന്നാളിന് റിലീസാണ്. അതിന്റെ ഒരു 4 പേര് പാടി. അപ്പൊ ഇനി മൊത്തം പാട്ട് പാടുന്നു, മോള് പാടുന്നു. താരാട്ട് പാട്ടിൻ്റെ ഈണം പകർന്ന് താലോലമൂടെന്നെ മാറോട് ചേർത്ത് അണിയുന്ന മനമാണനുമ്മ എന്നിൽ നിറയുന്ന സുഖമാണനുമ്മ പുലരും തൊട്ടിരുവോളം റബ്ബോടെനിക്കായി ദുവ ചെയ്തിരിപ്പാണനുമ്മ. ആ, ഇത് വാപ്പയോടുള്ള സ്നേഹം അമിതമാണെന്ന് എല്ലാവരും പറയുന്നതുകൊണ്ട് ഉമ്മയ്ക്കൊന്നും തോന്നാതിരിക്കാൻ ഇത് പാടിയിട്ട് ഇവിടെ വന്നിട്ട് കേൾക്കുമ്പോ മൂപ്പരാള് പറഞ്ഞു, അതെ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒന്നല്ല, പിന്നെ ഞാൻ ഇതൊരു പാട്ടല്ലേ ചെയ്തോന്നേ ഉള്ളൂ, തൽക്കാലം ആശ്വസിക്കാനിരുന്നു. അതെ, അപ്പൊ ഉപ്പാനെ കുറിച്ച് വേറെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ഉപ്പാനെ കുറിച്ച് എഴുതാൻ പോകുന്നതേ ഉള്ളൂ. വേറെ വരും. ഈ വാപ്പ ഉമ്മയെ കുറിച്ച് എഴുതിയ പാട്ടിന് അവസാനം കുറെ വർഷങ്ങൾക്ക് ശേഷം പരാതി പറഞ്ഞു, ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ് എന്നാണല്ലോ. പക്ഷെ ഞാൻ അതിന്റെ എല്ലാ ആ ഒരു പ്രശ്നങ്ങളെ തീർത്തിട്ട് ഞാൻ ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് വെറുതെ പല്ലവി അനുപല്ലവി മാത്രം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു പാടിയിട്ട്. പക്ഷെ അതാരും കേട്ടില്ല. അതെന്തായിരുന്നു? അത് ഞാൻ അതിൽ ആദ്യം പറഞ്ഞത് ഞാൻ കെട്ടിയ പെണ്ണിന് ചന്തം കുറവാണ്, ബാക്കിയുള്ള വരികളാണല്ലോ. അപ്പൊ അതിന് പകരം ഞാൻ പത്തര മാറ്റിൻ മാനമുള്ളോള് 14 രാവിന്റെ ചേലുള്ളോള് ഞാലിയലിക്കത്തിട്ട് നാണം കുണുങ്ങിയിട്ട് നാദനൻ വാരിയല്ല് ചേർത്തുള്ളോള് അവൾ എന്നെക്കാളേറെ കാണാൻ മഞ്ജുളോള്. പല്ലവിയിൽ അങ്ങനെ എഴുതി. അനുപല്ലവിയില് തെളിവില്ലാത മുഖം ഞാൻ കാണാറില്ല, എന്നാൽ അതവില്ലാത മുഖത്ത് ചിരി കാണില്ല. അരിശത്താലൊരു നോട്ടം ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ പിരിശത്തിന് പിശുക്കൊട്ടും കാട്ടാറില്ല. പരിനീതി മറക്കാത്തോള്, പരിഭവം പറയാത്തോള്, വല്ലാത്ത റാഹത്തുള്ള പെണ്ണൊരുത്തി. ഉമ്മാന്റെ ഇഷ്ടക്കാരി, തമ്മിൽ അവർ കൂട്ടുകാരി, വല്ല 10 പൊരുത്തമുള്ള പെണ്ണൊരുത്തി. അവൾ എന്നെക്കാളേറെ പാവം പെണ്ണൊരുത്തി. ഈ മറ്റേ പാട്ടിന് പരാതി പറഞ്ഞില്ലേ കുറെ നാള്? അത് കുറെ നാൾക്ക് ശേഷം പറഞ്ഞത്. അതെന്താ വെച്ചാൽ അത് ഇറങ്ങിയ സമയത്ത് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ഈ വല്ല ഫംഗ്ഷനൊക്കെ പോയാൽ ഇതാണല്ലോ ഞാൻ കെട്ടിയ പെണ്ണ് ചന്തല്ല എന്ന് പറഞ്ഞ പെണ്ണെന്നൊക്കെ. അന്ന് ഞാൻ പിന്നെ അതിങ്ങനെ മനസ്സിൽ വെച്ചതാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വരി കുറേ മാറ്റാൻ നോക്കിയല്ലേ. അങ്ങനെ ലാസ്റ്റ്
ഞാൻ പറഞ്ഞ ബാക്കിയുള്ള എല്ലാവരും അടിപൊളി. ഒരു ഭാര്യയെ കുറിച്ച് ഇങ്ങനെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നോട് ആദ്യം ഒരാളെ തെറി വിളിച്ചിട്ട് നിങ്ങൾ പിന്നെ കുറെ പൊക്കി പറഞ്ഞിട്ട് വലിയ കാര്യം. അതുപോലെ സത്യത്തിൽ അത് ഇപ്പൊ അടുത്ത കാലത്തിട്ട വൈഫ് പറഞ്ഞു. പക്ഷേ സലീം കൊടത്തൂരിന് എവിടെ പോയാലും സ്റ്റേജുകളിൽ ആ പാട്ട് പാടാതെ വിടില്ല. അതെ അതെ അതുകൊണ്ട് തന്നെ ഞാനും വിടില്ല. അതെ, ഞാന് പുതിയ ഏതെങ്കിലും പാട്ടുകളൊക്കെ പാടാൻ നോക്കും. എന്റേതല്ലാത്ത പാട്ടുകളൊക്കെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈല് മാറിയല്ലോ പാട്ടിന്. അപ്പോ പറയാ അതെ ഞങ്ങൾ ഇത് കേൾക്കാനല്ലേ വിളിച്ചില്ല, അത് ഞാൻ കിട്ടിയപ്പോഴും പാടിയിട്ട് പോയാൽ മതി. പ്രത്യേകിച്ച് ലേഡീസ് ഓഡിയൻസിനൊക്കെ ഒരു ഇഷ്ടമുള്ള പാട്ടാണ്. ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും, കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും, ഞാനൊന്നു പിണങ്ങും നേരം കരയുന്നൊരു മോളാണ്, ഞാനൊന്നു ചിരിച്ചാൽ അവളിൽ പെരുന്നാളിൻ പൊലിവാണ്, ഒരു നേരം പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാ, സ്നേഹത്താൽ എന്നെ ഉറക്കും എൻ്റെ നിലാവിലെ സുന്ദരിയ, ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണേ, എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണ്. ഈ വരികൾ കേൾക്കുമ്പോൾ ശരിക്കും ചന്തം കുറവാണെന്നൊന്നും നമ്മൾ സങ്കല്പിച്ചിട്ടില്ല. ഇല്ലല്ല, ചന്തമുള്ള ഒത്തിരി കുറവാണെന്നല്ല. അങ്ങനെയല്ല, അങ്ങനെ ഞാനൊരിക്കലും അങ്ങനെ സങ്കല്പിച്ചിട്ടില്ല. അത് നാട്ടുകാര് ഒരുപക്ഷെ അങ്ങനെ കരുതിയേക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ കണ്ടത്. അല്ല, അതെന്താ പറയുക, കുറെ ആള് പറയാറുണ്ടേ, എനിക്ക് കുറെ കാലമായിട്ട് പറയണത് ആഗ്രഹം ഉണ്ടായ കാര്യമല്ല ഈ പാട്ടിലൂടെ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്നിട്ട് എല്ലായിടത്തും പറയാം, പല ഭർത്താക്കന്മാർക്കും പറയാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ പാട്ടിലൂടെ പറയും. ചില സ്ഥലത്ത് കല്യാണ വേദികളിൽ കൂടുതലായിട്ട് കാണാറ്, ഞാൻ കിട്ടിയപ്പോഴൊന്ന് പാടിട്ടാണ്. അപ്പൊ അത് മൂപ്പരാളെ വൈഫിലെ പുള്ളിക്കാലാവും. മനസ്സിലായോ? അങ്ങനെ കുറെ. അപ്പൊ ഞാൻ അവിടെ അന്വേഷിച്ചു, മൂപ്പരാൾക്ക് എന്തോ പറയാനുണ്ട്, അതുകൊണ്ടാണ് ഈ പാട്ട്, ഇത് പാടില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പോവില്ല, അതൊക്കെ ഭീഷണിക്ക് കൊടുത്തു ചിലയിടത്തത്. അപ്പൊ അതൊരു രസമായിട്ട് എടുക്കുന്നു. പക്ഷെ ആ ഒരു പാട്ട് ഇങ്ങനെ ഒരു ഹിറ്റിലേക്ക് എത്തുന്നൊന്നും പ്രതീക്ഷയില്ല കേട്ടോ. ഞാനൊരു വിവാദം ആ സമയത്ത് ആവുന്നു ഇതുണ്ടായിരുന്നു, കാരണം ഒരാൾ ഭാര്യയെ കുറിച്ച് പറയാമല്ലോ. പക്ഷെ അത് ഇപ്പൊ ഇത്ര വർഷക്കാലമായിട്ടും ആ പാട്ട് എന്നെ ഇപ്പൊ എത്ര നാള് എന്നുള്ള പാട്ടിൽ കഴിഞ്ഞാൽ എന്നെ അറിഞ്ഞിരുന്ന പാട്ടൊരു ഞാൻ കെട്ടിയ പെണ്ണ് പാടിയത്. അപ്പോൾ എത്ര നാള് സത്യത്തിൽ ഈ സുലൈഖ മനസ്സിൽ വന്നതിന്റെ ശേഷമാണ് കൂടുതൽ ആളുകൾ അറിഞ്ഞത്. പക്ഷെ അല്ലാത്ത എല്ലാ ആളുകളും കേട്ടൊരു പാട്ട് എന്ന് പറയാൻ പറ്റിയ എൻ്റെ ഞാൻ കെട്ടിയ പെണ്ണായിരുന്നു. പോകുന്നിടത്തൊക്കെ പാടിപ്പിക്കുന്ന പാട്ടുകളും അത് തന്നെയായിരുന്നു. അത് എനിക്കിപ്പോഴും ഇല്ലാത്ത അത്ഭുതമാണ് ആ പാട്ട്. ഉപ്പയ്ക്ക് പഴയ ഗ്ലാമർ ഒന്നും ഇല്ലല്ലേ? ഉണ്ടാ? കുറച്ച് കുറഞ്ഞിട്ടില്ലേ? പ്രായമൊക്കെ ആയില്ലേ? ഇല്ല, ഒട്ടും കുറവില്ല. ഏറ്റവും ഗ്ലാമറുള്ള മനുഷ്യൻ ഉപ്പയാണ്. ആണ്, അതിനൊരു വ്യത്യാസവും ഇല്ല. ഇപ്പോഴും ഉപ്പയുടെ ഫാൻ എന്ന് പറയുന്നത് മോള് തന്നെ ഏറ്റവും വലിയ ഫാൻ. അത് ഭയങ്കര സംഭവമാണ് കേട്ടോ.